ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് നോട്ട് എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ പാസ പറഞ്ഞായിരുന്നു അവന് നമ്മുടെ കുഞ്ഞിൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഇവന് ചെയ്യാൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കം നമ്മുടെ ബോഡി ഗാർഡ് ചെറുക്കനാണെങ്കിൽ നമ്മുടെ പാസയ്ക്ക് വേണ്ടി കുറച്ച് വർക്ക്സ് കൊണ്ടുവന്ന് കൊടുക്കാനാണ്. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ പാസ എൻ്റെ അമ്മ ഇവൻ്റെ അടുത്ത് വർക്ക് തരാൻ പറഞ്ഞപ്പോൾ ഇത്രയും തരുമോ എന്നുള്ള രീതിയിലായിരുന്നു പാസ നോക്കണുണ്ടായിരുന്നത്. അവനാണെങ്കിൽ ചോദിക്കണുണ്ട്, ഇതെന്താടാ കുറേ ഉണ്ടല്ലോ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാര്യങ്ങളുള്ള എനിക്ക് നോക്കാൻ തന്നേക്കണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ പാസ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കണുണ്ട്. എൻ്റെ പാസ എല്ലാം നോക്കിയിട്ട് കുറച്ച് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ പാസ ഈ ഒരു കാര്യങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞാണെങ്കിൽ ഇതിനായിട്ട് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കുഞ്ഞാണെങ്കിൽ ഇവൻ്റെ ഓരോ കഴിവുകൾ കണ്ടിട്ട് നീ കൊള്ളാലോടാ ചെക്ക എന്നുള്ള രീതിക്ക് നമ്മുടെ കുഞ്ഞവിടെ ഇരിക്കട്ടെ. അതുകൂടാതെ തന്നെ നമ്മുടെ ബോഡി ഗാർഡ് ചെക്കനും പറയുന്നുണ്ട് പാസൻ്റെ സ്കിൽസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണല്ലോ, അതുകൂടാതെ ഇവന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നോട്ട് ചെയ്യണം എന്ന് നമ്മുടെ ബോഡി ഗാർഡ് പറഞ്ഞപ്പോൾ പാസ പറയുന്നുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുള്ള രീതിയിലാണ് നമ്മുടെ പാസ പറഞ്ഞത്. പിന്നീട് അവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിലച്ഛനാണെങ്കിൽ അവിടെ കയറി തന്നെയാണ്. കുഞ്ഞിലച്ഛനെ കാണുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ നിന്ന് എണീച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കുഞ്ഞിലച്ഛനാണെങ്കിൽ കോട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ പാസയോട് സംസാരിക്കാൻ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞ് വിചാരിച്ച് ഇവൻ അറ്റാക്ക് ചെയ്യണ കണക്കാണെന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞാണെങ്കിൽ നമ്മുടെ പാസനെ രക്ഷിക്കാനായിട്ട് ഫിറോമോൺസ് ഒക്കെ റിലീസ് ചെയ്ത് അവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കഴിയണുണ്ട്. നമ്മുടെ പാസ പറയണ്ടേ കുഴപ്പമില്ല വേണ്ട നിർത്തുന്ന പറഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞാണെങ്കിൽ നിർത്തി. അപ്പോഴത്തേക്കും നമ്മുടെ പാസയാണെങ്കിൽ അച്ഛനോട് സംസാരിക്കാനും പോകുന്നുണ്ട്. പാസ സവാട്ടിക്ക എന്നൊന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇല്ല എന്നുള്ള രീതിക്കാണ് അയാൾ ഇറങ്ങിപ്പോയത്. അവിടുന്ന് സിങ്കട്ടായിട്ട് പിന്നെ ഒരു ഷൂട്ടിംഗ് സെന്ററാണ് കാട്ടണത്. അവിടെ നമ്മുടെ നാക്കിനും പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ അങ്കിളുടെ മോനായിട്ടുള്ള യപ്പാൻ എന്നാണ് എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. എന്തായാലും നമ്മുടെ കുഞ്ഞിൻ്റെ അങ്കിളുടെ മോൻ തന്നെ നമുക്ക് വിളിക്കാം. ഈ കുഞ്ഞിൻ്റെ അങ്കിളുടെ മോനാണെങ്കിൽ നമ്മുടെ നാക്കിനോട് പറയുന്നത് എനിക്ക് മറ്റേ സിനിമയിൽ കാണുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പഠിക്കണം, നീ എന്നെ പഠിപ്പിച്ചു തന്നെ എന്ന് പറയും. കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നാക്കിനാണെങ്കിൽ നീയൊക്കെ മൊട്ടയെന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലുക്ക് കൊടുത്തിട്ട് നീ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്ന് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചെറുക്കൻ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് തമാശ അടിച്ചതാ, ചേട്ടനത് സീരിയസ് ഒന്നും ആക്കണ്ട എന്ന് നമ്മുടെ ആ കുഞ്ഞി ചെറുക്കൻ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഞാക്കിൻ പറയുന്നുണ്ട് നീ ആദ്യം ആ തോക്കൊന്ന് മര്യാദക്ക് പിടിക്കാൻ ശ്രമിക്കും, എന്നിട്ട് നീ ഈ വലിച്ച പോലത്തെ തമാശകൾ അടിക്കാൻ നോക്കും നമ്മുടെ ഞാക്കിനെ ആ ചെറുക്കനോട് പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഞാക്കിൻ പറയുന്നുണ്ട് നമ്മൾ ഈ തോക്ക് കയ്യിലിരിക്കുമ്പോൾ തമാശയൊന്നും പറയാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ ഈ തോക്ക് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മനുഷ്യൻ്റെ ജീവൻ തന്നെ പോലെയാണ് നമുക്ക് ഈ തോക്ക് എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് സങ്കടം വന്ന ടൈം ആയാലും ദേഷ്യം വന്ന ടൈം ആയാലും നമുക്ക് ഈ മനുഷ്യർക്ക് സെൽഫ് കൺട്രോൾ എന്നുള്ള സാധനം കിട്ടത്തില്ല. അപ്പം നീ കണ്ണ് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് എന്ന് നമ്മുടെ നാക്കിന് ആ ചെറുക്കനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞി ചെറുക്കനാണെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ നാക്കിന് ഈ കുഞ്ഞി ചെറുക്കന് കണ്ണ് പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞും പാസയും കൂടി കയറി വരും. അവിടെ നമ്മുടെ പാസനെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ കുഞ്ഞി ചെറുക്കൻ നമ്മുടെ കുഞ്ഞിനോട് പറയുന്നുണ്ട് നിന്റെ പാർട്ട്ണറെ കാണാൻ നല്ല രസമുണ്ട് കേട്ടാന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ പാസയാണെങ്കിൽ ചെറുതാണെന്നൊന്നും നോക്കാതെ അവൻ്റെ വാരിക്കൂരി നന്നായിട്ട് കൊടുക്കണ്ട അവിടെ ഇരുന്നിട്ട്. അത് കേട്ടിട്ട് നമ്മുടെ കുഞ്ഞും ഞാക്കിന് ഇതെന്തോട്ടടാപ്പ എന്നുള്ള രീതിക്ക് നിൽക്കുകയും ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട് നിന്നെ ജസ്റ്റ് അവൻ പൊക്കി പറഞ്ഞതാണ്, നീ എന്തിനാണ് ആ ചെറുതിനെ കളിയാക്കാൻ നിൽക്കണമെന്ന് നമ്മുടെ കുഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ പറയും മനുഷ്യ ആ ചെറുക്കൻ്റെ കൂടെ കൂടിയിട്ട് നീ എന്നെ കളിയാക്കിക്കാൻ നിനക്കെന്നെ ഇത് കിട്ടോട്ടാ എന്ന് നമ്മുടെ പാസ കുഞ്ഞിനോട് പറയും. പിന്നീട് നമ്മുടെ ഞാക്കിനും ആ ചെറുക്കനും കൂടിയിട്ട് പാസിനെ കളിയാക്കുമ്പോൾ പാസ് ഒന്നും രണ്ടെണ്ണം പറയുന്നുണ്ട്. പക്ഷെ അതുകൂടാതെ നമ്മുടെ പാസ ബ്ലഷ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞടുത്തേക്കും ചോദിക്കട്ടെ നീ പറയണേന് തിരിച്ച് പറയുകയും ചെയ്ത് ലാസ്റ്റ് നീ തന്നെ ബ്ലഷ് ആവണാടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ് പറയേണ്ടിയില്ല ഞാൻ ബ്ലഷ് ആവണില്ല എന്നും പറഞ്ഞിട്ട് അവിടെ പിന്നെയും തല്ലാവുണ്ട്. എന്നിട്ട് നമ്മുടെ ആ രണ്ട് ചെറുക്കന്മാർ നമുക്കിതൊന്നും കാണാൻ വയ്യെന്നും പറഞ്ഞിട്ട് അവന്മാരവിടെ നിന്ന് എണീച്ചു പോകുന്നുണ്ട്. അവിടെ നിന്ന് സീൻകട്ടായിട്ടാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് പാസക്ക് ഗൺ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പുതിയ ക്യാരക്ടറിനെ ഇവിടെ എൻട്രി ചെയ്യുന്നുണ്ട്. അവളുടെ പേരാണെങ്കിൽ അമിന്ദ്ര എന്നാണ്. കുഴപ്പമില്ല, ഒരു ബാഡിയിലൊക്കെ തന്നെ ഉണ്ട് അല്ലേ. അങ്ങനെ കാട്ടുമ്പോഴത്തേക്കും നമ്മുടെ നാക്കിനാണെങ്കിൽ ഇവളുടെ അടുത്ത് എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളുടെ അടുത്തേക്കും പറയുന്നുണ്ട് ദേവാലയത്തിൽ നല്ല അടിപൊളി വെടിക്കെട്ട് ന്യൂസ് അല്ലേ നടക്കണം. ദേവാലയത്തിന്റെ മൂത്ത മോനാണെങ്കിൽ പോയിട്ട് ഏതോ ഒരു പാവപ്പെട്ട ഒമേഗനെ പോയി കടിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പാവപ്പെട്ടാന്ന് യൂസ് ചെയ്യണത് ഇവിടെ എന്താണ് ലൈക്ക് അവനൊരു പവർഫുൾ അല്ല അങ്ങനത്തെ ഉള്ള രീതിക്കാണ് ഈ പെണ്ണുമ്പുള്ള നമ്മുടെ പാസനെ പറ്റി പറയണത്. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞടുത്തേക്കും പറയുന്നുണ്ട് അവൻ പാവപ്പെട്ടവനല്ല അവൻ അടിപൊളിയാണെന്നും പറയുമ്പോഴത്തേക്കും ഈ പെണ്ണുമ്പുള്ള അടുത്ത് പറയുന്നുണ്ട് അത്രയ്ക്ക് അടിപൊളിയാണോ എങ്കിൽ എനിക്ക് ഇവനായിട്ടൊന്ന് ട്രൈ ചെയ്യണമല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ പാസൻ്റെ അടുത്തേക്ക് ഇവള് പോയിട്ട് ഹായ് പറയുന്നുണ്ട്. അവളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
എന്നിട്ട് ഇവളൊരു വെല്ലുവിളി പോലെ നമ്മുടെ പാസനായിട്ട് ഗൺ ഷൂട്ടിങ്ങിന് വിളിക്കണേണ്. അപ്പത്തേക്കും നമ്മുടെ കുഞ്ഞിനടുത്തേക്കും പറയുന്നുണ്ട് ഇല്ല പറ്റൂല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പാസ് പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിക്ക് നമ്മുടെ പാസ മുന്നോട്ട് വന്നിട്ട് ഹായ് എൻ്റെ പേര് പാസ എന്നാണെന്ന് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ പെണ്ണ് പറയുന്നുണ്ട് നിനക്ക് എന്നായിട്ട് ഒരു കോമ്പറ്റീഷൻ വെക്കാൻ താല്പര്യം ഉണ്ടാകുന്ന ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ പറഞ്ഞ് ആ കുഴപ്പമില്ല ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പാസ ആക്കാക്കിയിട്ടാണ് ആ പെണ്ണിനായിട്ട് കോമ്പറ്റീഷന് പോണത് തന്നെ. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് അവർ രണ്ടുപേരും കോമ്പറ്റീഷന് വേണ്ടിയിട്ട് റെഡിയാവും. കോമ്പറ്റീഷന്റെ റിസൾട്ട് നോക്കാനായിട്ടാണെങ്കിൽ ആ പെണ്ണ് എല്ലാം സെന്ററിൽ തന്നെയാണ് 3 വെടി വെച്ചതും അടിച്ചത്. പക്ഷെ നമ്മുടെ പാസനെ നോക്കാനായിട്ടാണെങ്കിൽ എല്ലാം വേറെ വേറെ സ്ഥലത്താണ് അടിച്ചേക്കണം. പക്ഷെ നോട്ട് ദ പോയിന്റ് നമ്മുടെ പാസ ഒന്നും വെടി പുറത്തേക്ക് കളഞ്ഞിട്ടില്ല. എന്നിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് നമ്മുടെ പാസയെ ഇവളും കൂടി സംസാരിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ പാസക്ക് ഒരു അഹങ്കാരം ഇല്ലാതെ നമ്മുടെ പാസ പറയുന്നുണ്ട് നിനക്ക് നല്ല ഷൂട്ടിംഗ് സ്കിൽസ് ഉണ്ട്, അതുകൂടാതെ നീയാണ് ഈ കളിയിൽ ജയിച്ചതെന്ന് നമ്മുടെ പാസ ആ പെണ്ണിനോട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ പെണ്ണ് പ്രൊവോക്ക് ചെയ്യാനാണെന്ന് അറിയില്ല നീ ഇപ്പൊ തന്നെ നിന്റെ തോൽവി സമ്മതിച്ച് തന്നെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ പറയുന്നുണ്ട് തോൽവി എന്ന് പറഞ്ഞാൽ തോൽവിയാണ്, അത് സമ്മതിച്ച് കൊടുക്കണേലാണ് നല്ലത് എന്ന് നമ്മുടെ പാസ എടുത്തേക്ക് ഇവളോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇവളെന്തോ കളിയാക്കണ മാതിരി കുറച്ചൊക്കെ എന്തോ പറയുന്നുണ്ട്. പക്ഷേ എന്ത് മോശമാണ് അങ്ങനെയൊക്കെ ഇവളെടുത്തേക്കും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാസ വെറുതിരിക്കും. നമ്മുടെ പാസയെ അവൾക്ക് മറുപടി ആയിട്ട് 2-3 കൊടുക്കണ്ട അവിടെ ഇരുന്ന്. നമ്മുടെ പാസക്ക് സപ്പോർട്ടായിട്ടാണെങ്കിൽ നാക്കിനെ ഒരേന്ന് അവിടെ കൈയടിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ പാസിന്റെ സംസാരം പിടിക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു ആ പെണ്ണാണെങ്കിൽ അവളുടെ സെക്യൂരിറ്റി ഗാർഡിനെ വിളിച്ചിട്ട് പോവാ എന്നുള്ള രീതിക്ക് പോവുകയും ചെയ്യണ്ട അവിടെ നിന്ന്. എന്നിട്ട് നമ്മുടെ പാസ് ടോയ്ലറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് ആണെങ്കിൽ കുഞ്ഞിന് പാസ ഷൂട്ട് ചെയ്ത ആ ഒരു ബോർഡ് കാണിച്ചു കൊടുക്കണ്ട്. അപ്പത്തേക്കും നമ്മൾ നാക്കിനടുത്തേക്കും പറയുന്നുണ്ട് പാസ നന്നായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പാസ ഒന്നുപോലും മിസ് ചെയ്തിട്ടില്ല. അപ്പത്തേക്കും നമ്മുടെ കുഞ്ഞടുത്തേക്കും പറയുന്നുണ്ട് പാസ ജയിക്കാൻ വേണ്ടിയല്ല ഷൂട്ട് ചെയ്തത്, പാസിന്റെ ഷൂട്ടിംഗ് സ്കിൽസ് കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ വീഴ്ത്താനായിട്ടുള്ള ഷൂട്ടിംഗ് ആണ് അവൻ ഇവിടെ ചെയ്തേക്കണത്. നമ്മുടെ കുഞ്ഞാണെങ്കിൽ പാസ് ചെയ്ത ഓരോ ഷൂട്ടും വിശദീകരിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ നാക്കിനും ബോഡി ഗാർഡിനും. പക്ഷെ ഈ ഒരു സീൻ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സീനാണ്. ഈ ഒരു സീനിൽ നമ്മുടെ നാക്കിനടുത്തേക്കും കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷെ അവൻ ഭയങ്കര ഓർഡിനറി മനുഷ്യനല്ലേ, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഓർഡിനറി മനുഷ്യന് ഇതേപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റണേന്ന് നമ്മുടെ നാക്കിനടുത്തേക്കും ചോദിക്കുമ്പോൾ കുഞ്ഞു പറയുന്നുണ്ട് അതാണ് ഇൻട്രസ്റ്റിങ്, അവന് എങ്ങനെയാണ് മനസ്സിലായെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇതിനർത്ഥം നമ്മുടെ പാസൊക്കെ എന്തോ ഒരു പാസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിക്കാണെന്ന് തോന്നുന്നു അവർ സംസാരിക്കണം. എന്തായാലും നോക്കാം നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ പറ്റുമത്. അവിടുന്ന് സീങ്കട്ടായിട്ട് നമ്മുടെ കഫേയിൽ ഇരുന്നിട്ട് നമ്മുടെ ഓങ്സയും സംഗ്യയും കൂടി ഒന്ന് സംസാരിക്കണേന്ന് കാട്ടണത്. നമ്മുടെ സംഗ്യോ പാസനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓങ്സ് പറയുന്നുണ്ട് പാസ വേറൊരാളിലൂടെയാണ് ഇപ്പൊ നിക്കണേന്ന്. അപ്പൊ നമ്മുടെ സംഗ്യടുത്തേക്കും പറയുന്നുണ്ട് ഞാൻ അവൻ്റെ ഒരു ഫിലിമിന് വേണ്ടി വിളിക്കാന്ന് വിചാരിച്ചാണ് ഷേടാ എന്നുള്ള രീതിക്ക് നമ്മുടെ സംഗ്യ പറയുന്നുണ്ട്. അതുകൂടാതെ അവൻ എൻ്റെ കോൾസ് ഒന്നും ഇതുവരെയായിട്ട് അറ്റൻഡ് പോലും ചെയ്യലാന്ന് നമ്മുടെ സംഗ്യ പരാതി പോലെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഓങ്സ് അടുത്തേക്കും പറയുന്നുണ്ട് നീ വീട്ടിൽ പോകാൻ നോക്ക്, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, അല്ലെങ്കിൽ നിനക്ക് വല്ലതും പറ്റും എന്ന് നമ്മുടെ ഓങ്സ് സംഗ്യനോട് പറയുമ്പോഴത്തേക്കും സംഗ്യ അടുത്തേക്കും പറയണത് കുഴപ്പമൊന്നുമില്ല. അതുകൂടാതെ നമ്മുടെ സംഗ്യ പറയുന്നുണ്ട് എനിക്ക് പാസിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അത് ഭയങ്കര സേഫായിട്ട് തോന്നുമെന്ന്. അപ്പം നമ്മുടെ ഓങ്സ് അടുത്തേക്കും ചോദിക്കുന്നുണ്ട് അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിനക്ക് സേഫായിട്ട് ഫീൽ ചെയ്യണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സംഗ്യ പറയേണ്ട ഫീൽ ആവുന്നുണ്ട്, കാരണം നമ്മുടെ പാസ് ഒരു ആൽഫ ആയത് കൊണ്ടായിരിക്കാം എന്ന് നമ്മുടെ സംഗ്യ അടുത്തേക്ക് ഓങ്സിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഓങ്സ് പറയുന്നുണ്ട് നമ്മുടെ പാസ ഒരു ആൽഫ അല്ല എന്ന്, അവനൊരു ഒമേഗ ആണെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ സീൻ കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ സംഗ്യന് നമ്മുടെ പാസനോട് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു എന്നാണ് തോന്നണത്. അപ്പോഴത്തേക്കും നമ്മുടെ സംഗ്യ എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓങ്സ് എല്ലാ കാര്യവും നടന്നത് പറയുന്നുണ്ട്, ഇങ്ങനെ ടെസ്റ്റ് റിസൾട്ട് ഇങ്ങനെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അവനിപ്പോൾ തന്നെ ബോണ്ട് ക്രിയേറ്റ് ചെയ്തെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സംഗ്യ അടുത്തേക്കും ചോദിക്കുന്നുണ്ട് ശരിക്കും ഇത് നമ്മുടെ ഓങ്സ് ആണെങ്കിൽ എന്നുള്ള രീതി തലയാട്ടണ്ട, അവിടെ നിന്ന് സീൻ കട്ടാവും. എന്നിട്ട് നമ്മുടെ പാസ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ആൻറ്റിമാര് കുഞ്ഞ് പാസക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കണേണ്. അപ്പൊ നമ്മുടെ പാസ വേണ്ടാന്ന് പറയണ്ട, എന്നിട്ട് ലാസ്റ്റ് കഴിക്കുകയും ചെയ്യണ്ട. പിന്നീട് നമ്മുടെ പാസ ബോറടിച്ചിട്ട് അവളെ കിടന്ന് ഓരോ വേലത്തരങ്ങൾ കാട്ടിക്കൂട്ടണാണ് ഈ കാട്ടണത്. ഇത് കാണുന്ന നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് അറിഞ്ഞ് എന്തുട്ടാണ് ഇവൻ ചെയ്യണേ, ഇവൻ വട്ടാണെന്നുള്ള രീതിക്ക് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡും നോക്കണ്ട്. പിന്നീട് അവിടെ നിന്ന് നമ്മുടെ പാസന്റെ ഓരോരോ വേലത്തരങ്ങളാ, ചെരുപ്പ് ഊരിടണ, അതുകൊണ്ടൊന്ന് നമ്മുടെ ആൻറ്റി ഇട്ട് കൊടുക്കണത്, പിന്നെ അവൻ ഊരിക്കളയണത്, പിന്നെ ആൻറ്റി ഇട്ട് കൊടുക്കണത്. എന്തായാലും ആൻറ്റിക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് സാരം. ഞാൻ എന്തായാലും ആ ഒരു സീൻ മാത്രം നോർമൽ സ്പീഡിൽ കാട്ടാം, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പാസ് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടണതെന്ന്. അതുകൂടാതെ നമ്മുടെ ആ സ്റ്റെപ്പിൽ നിന്നുള്ള സീനിൽ നമ്മുടെ ബോഡി ഗാർഡിൻ്റെ അടുത്ത് അവൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പയ്യെ എണീച്ചാൾ മുങ്ങണും ഉണ്ട്. പിന്നീട് നമ്മുടെ പാസക്ക് ബോറടിച്ച് വട്ടായതുകൊണ്ടാണെന്നറിയില്ല അവൻ അവിടെ ഇരുന്ന് ഒറ്റ ഇരിപ്പായി, പിന്നെ ഫോണിൽ കളിയായി. ബോഡി ഗാർഡ് വിളിച്ചിട്ട് ഫുഡ് പോലും അവൻ കഴിക്കാൻ വന്നില്ല. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞങ്ങാട് കയറി വരുന്നത്.
എന്നിട്ട് നമ്മുടെ ബോഡി ഗാർഡ് ചെറുക്കനാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് പോയി പറയണ്ട് ഇങ്ങനെ പാസ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞടുത്തേക്ക് പാസിൻ്റെ അടുത്ത് ചോദിക്കണ്ട്. അപ്പൊ പാസ് പറയണത് എനിക്ക് വിശക്കുള്ളതാണ്. അപ്പൊ കുഞ്ഞ് പാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിന്നെ കാരണം എല്ലാവരും ഫുഡ് കഴിക്കാണ്ട് വെയിറ്റ് ചെയ്യണേണ്, നിനക്ക് ഫുഡ് കഴിച്ചാൽ എന്താന്ന് ചോദിക്കണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാസ കുഞ്ഞിനോട് പറയുന്നുണ്ട് എടാ പൊട്ട ഞാനിവിടെ ബോർഡടിച്ച് ചാവണടാ, നിനക്കൊക്കെ എന്നെ ഒന്ന് പുറത്തെങ്കിലും വിട്ടൂടെ. അത് കൂടാതെ നമ്മുടെ പാസ പറയുന്നുണ്ട് നീ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനക്ക് അറിഞ്ഞൂടാ എന്ന് നമ്മുടെ പാസ കുഞ്ഞിനോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട് നിനക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം, നിന്നെ ആരും ഒന്നും പറയത്തില്ല. അത് കൂടാതെ നമ്മുടെ കുഞ്ഞിന്റെ വക ഒരു ഡയലോഗ്, ഞാൻ നിനക്ക് എല്ലാം തരാമെന്ന് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ. എന്തൊരു ഡയലോഗ്. അത് കേട്ടിട്ട് നമ്മുടെ ചെക്കൻ്റെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് വിശക്കണ് വാ തിന്നാൻ പോകാതെ നമ്മുടെ കുഞ്ഞിനോട് പാസ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നൈറ്റാണ് കാട്ടണത്. നമ്മുടെ പാസയാണെങ്കിൽ ഇത്ര നേരം കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ബെഡിലിരിക്കണായിരുന്നു. കുഞ്ഞ് വന്നത് കാണുമ്പോഴത്തേക്കും അവൻ ബെഡിലേക്ക് കയറി കിടക്കുകയും ചെയ്യും. കുഞ്ഞ് വന്നിട്ട് കുറച്ചു നേരം പാസിനെ നോക്കിയിട്ട് നേരെ ബെഡിൽ പോയി ഇരുന്നിട്ട് ഒന്ന് ചെറുതായിട്ട് തൊട്ടിട്ട് ഫെറോമോൺസൊക്കെ മണത്ത് ഇതാക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ കുഞ്ഞിനെ വിളിക്കണ്ട്. എന്നിട്ട് ചോദിക്കണ്ട് ഞാൻ എത്ര നാൾ ഇവിടെ നിൽക്കേണ്ടി വരുമെന്ന്. അപ്പൊ നമ്മുടെ കുഞ്ഞടുത്തേക്കും പറയുന്നുണ്ട് നീ ചിലപ്പോൾ ജീവിതകാലം മുഴുവനും നിൽക്കേണ്ടി വരുമെന്ന്. പിന്നെ ഈ ഒമേഗ ആയിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവർ ഭയങ്കര വീക്കായിട്ടുള്ള ആൾക്കാരായിരിക്കും. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തൊട്ടാൽ വാടും എന്നുള്ളൊരു ടൈപ്പാണ് നമ്മുടെ ഈ ഒമേഗക്കാരെന്ന് പറയണത്. അതേപോലെ തന്നെയാണ് നമ്മുടെ പാസ. നമ്മുടെ പാസയാണെങ്കിൽ ഇത് കേൾക്കേണ്ട താമസം അവനാണെങ്കിൽ അങ്ങോട്ട് സാഡായിട്ട് നിൽക്കാൻ തുടങ്ങും. അതുകൂടാതെ ഈ ഒമേഗക്കാര് വീക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെ ഫെറോമോൺസ് റിലീസാവും. അതേപോലെ തന്നെ നമ്മുടെ പാസ ഇവിടെ സാഡ് ആയപ്പോഴത്തേക്കും നമ്മുടെ പാസിന്റെ ഫെറോമോൺസും അങ്ങോട്ട് റിലീസ് ആവാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ കുഞ്ഞാണെങ്കിൽ ഇവനെ സമാധാനിപ്പിക്കാനും നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പാസ കരഞ്ഞോണ്ട് എണീച്ച് നിന്നിട്ട് പറഞ്ഞ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ, ഞാൻ നന്നായിട്ട് പഠിച്ച് ഗ്രാജുവേറ്റ് ആയിട്ട് എനിക്ക് നല്ലൊരു വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അത് കൂടാതെ തന്നെ എനിക്ക് എൻ്റെ ആഗ്രഹത്തിന് ജീവിക്കണം എന്നുള്ള രീതിക്കായിരുന്നു നമ്മുടെ പാസ കുഞ്ഞിനോടവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാണെങ്കിൽ അവിടെ ഒന്നും പറയാൻ പറ്റാതെ അവൻ്റെ കണ്ണീരൊക്കെ അങ്ങോട്ട് തുളച്ചുടക്കുന്നുണ്ട്. അതുകൂടാതെ അവൻ്റെ അടുത്ത് സോറിയും പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞ്. പക്ഷെ എന്നിട്ടും നമ്മുടെ പാസിൻ്റെ സങ്കടം തീരാത്തതാണ് നമ്മുടെ പാസ പറയുന്നുണ്ട് ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് എനിക്കൊരു ചെയിൻ പോലെയാണ്. അതുകൂടാതെ ഈ ഒരു ബോണ്ട് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ആയി പോകണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു ദിവസം സങ്കടം മൂലം മരിച്ചു പോകട്ടെ എന്ന് നമ്മുടെ പാസ കുഞ്ഞിനോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞാണെങ്കിൽ നമ്മുടെ എല്ലാ സീരീസിലും കാണുന്നത് പോലെ തന്നെ ഞാൻ അത് നടക്കാൻ സമ്മതിക്കൂല എന്ന് നമ്മുടെ കുഞ്ഞ് പാസനോട് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് കണ്ണും ഐ കോണ്ടാക്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആ സീൻ അവിടെ നിന്ന് കട്ടാവണ്ടേ. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പാസക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞ് ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കണതാണ്. കാരണം നമ്മുടെ പാസ ഇന്നലെ പറഞ്ഞല്ലോ പാസക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ ഇഷ്ടമായില്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇന്നലെ പാസ നമ്മുടെ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കാരണമാണ് നമ്മുടെ കുഞ്ഞ് പാസക്ക് വേണ്ടി ഇങ്ങനെ ഒരു വണ്ടി ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തത്. അത് കൂടാതെ നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട് നിനക്ക് എവിടെ പോകണമെങ്കിലും നിനക്ക് ഡ്രൈവറുടെ അടുത്ത് പറയാമെന്ന്. നമ്മുടെ കുഞ്ഞിത് പറഞ്ഞുകൊണ്ടാണെന്നറിയില്ല അവൻ കേൾക്കേണ്ട സ്പീഡിൽ അത് അതേപോലെ തന്നെ അവൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്ത് എന്നിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ കുഞ്ഞോ അവൻ്റെ അതേ സ്പീഡിൽ അവൻ്റെ കയ്യിൽ തന്നെ ആ കീ തിരിച്ചു കൊടുത്തിട്ട് ഈ ഒരു കാർ നിന്റെ പേരിലാണ്, നിനക്ക് വേണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇത് വിൽക്കുക അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്തിടാന്ന് നമ്മുടെ കുഞ്ഞ് പറയുന്നു. മൂപ്പരാൾ ഇതെല്ലാം ദേഷ്യം വന്നിട്ടാണ് പറയണത്. ഈ ആൽഫന്റെ ഫിറോമോൺസ് റിലീസ് ആവണത് അവര് ദേഷ്യം വരുമ്പോഴാണെന്ന് തോന്നണം. കാരണം നമ്മുടെ കുഞ്ഞിന് ഇവിടെ ദേഷ്യം വന്നപ്പോഴത്തേക്കും കുഞ്ഞ് അവിടെ ഫിറോമോൺസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കീ കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞാണെങ്കിൽ അവിടെ നിന്ന് പോകണമുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ കുഞ്ഞ് റൂമിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ കുഞ്ഞിനെ ഒന്ന് വിളിക്കണതാണ്. എന്നിട്ട് നമ്മുടെ പാസ ചോദിക്കേണ്ടത് നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന്. അപ്പൊ നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങി തന്നിട്ട് നിനക്കതാണെങ്കിൽ ഒരു ഭാരം പോലെയാണ് തോന്നണത്. സ്വാഭാവികം. നമ്മുടെ കുഞ്ഞങ്ങനെ എന്തായാലും പറഞ്ഞില്ല. എന്നിട്ട് നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട് നിനക്കത് ഭാരം പോലെ തോന്നണമെങ്കിൽ നീ അത് വലിച്ചെറിഞ്ഞോ എന്ന് നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാസ പറയുന്നുണ്ട് അത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങാനത് എന്ന് നമ്മുടെ പാസ പറയുന്നുണ്ട്. അതുകൂടാതെ കുഞ്ഞിൻ്റെ ആ ഒരു ദേഷ്യം മാറ്റാനായിട്ട് നമ്മുടെ പാസ പറയുന്നുണ്ട് ഞാൻ നിന്റെ കമ്പനിയിലോട്ട് ഞാൻ നിന്നെ ഡ്രൈവ് ചെയ്തിട്ട് ഇനി തൊട്ട് ആക്കട്ടെ എന്ന് നമ്മുടെ പാസ ചോദിക്കണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞ് പറയും എൻ്റെ കമ്പനി ആണെങ്കിൽ ഇവിടെ നിന്ന് ഇച്ചിരി ദൂരെയാണ്. അപ്പൊ നമ്മുടെ പാസ അടുത്തേക്ക് പറയും സാരില്ല ഞാൻ നല്ലൊരു ഡ്രൈവറാണെന്ന് പറയും. അപ്പൊ നമ്മുടെ കുഞ്ഞ് ചോദിക്കേണ്ടത് ലൈസൻസ് ഉണ്ടാന്ന്. അപ്പത്തേക്കും നമ്മുടെ പാസ പറയുന്നുണ്ട് എനിക്കുണ്ട് അതിനിപ്പോ എന്താ. അതുകൂടാതെ നമ്മുടെ പാസ ചോദിക്കേണ്ടത് നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യം ഉണ്ടാകുന്നു. അപ്പൊ കുഞ്ഞ് പറയുന്നുണ്ട് ഞാൻ ആദ്യമേ തൊട്ടേ നിന്റെ അടുത്ത് ദേഷ്യത്തിലല്ല നിന്നാണ്. അത് കേൾക്കേണ്ട താമസം മൂപ്പരാൾക്ക് സമാധാനമായിട്ടാണെന്ന് അറിയില്ല അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നിട്ട് നൈറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞ് വാങ്ങിച്ച വണ്ടി കാണാനായിട്ട് നമ്മുടെ പാസ രാത്രി വണ്ടീൻ്റെ അടുത്തേക്ക് വന്നതായിട്ടാണ് കാട്ടണത്. എന്നിട്ട് അവന് ഇഷ്ടമായിട്ടുണ്ട്. അവൻ അതാണെങ്കിൽ ഇരുന്ന് നോക്കണുണ്ട്, ഉള്ളിൽ നോക്കണ്ട എല്ലാ സ്ഥലവും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞ് ഇത് വന്ന് കാണുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കുഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ലണമുണ്ട്. നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോൾ പാസ് ചെയ്യണമെങ്കിലേക്ക് വെക്കം തന്നെ എണീച്ച് മാറിയിട്ട് അതെ ഈ കാറിൽ ഭയങ്കര പൊടിയാണ്.
എന്നൊരു ഡയലോഗ് ഇട്ടു. പക്ഷെ നമ്മുടെ കുഞ്ഞാണെങ്കിൽ അവനോടൊന്നും റിപ്ലൈ കൊടുക്കാൻ നാളെ ഒന്ന് എന്നെ വെയർ ഹൗസിൽ കൊണ്ടുപോകണമെന്ന് നമ്മുടെ കുഞ്ഞെടുത്തേക്കും പറയും. അപ്പൊ നമ്മുടെ പാസ ചോദിക്കുന്നുണ്ട് എനിക്ക് പുറത്ത് പോവാവോ എന്ന്. അപ്പത്തേക്കും നമ്മുടെ കുഞ്ഞെടുത്തേക്കും പറഞ്ഞിട്ട് നിനക്കല്ലേ എന്നെ ഇവിടെ കൊണ്ടുപോകണോ ഇവിടെ കൊണ്ടുപോകണോ എന്ന് പറഞ്ഞത്, എനിക്ക് ആ വെയർ ഹൗസിലെ സൈറ്റ് കാണണം, അതാരണമാണ് ഞാൻ നിന്നിട്ടാ വന്ന് പറഞ്ഞത്. നമ്മുടെ ഈ പാസ്സാണെങ്കിൽ ആ അവസരവും മുതലാക്കും. അവനാണെങ്കിൽ ആദ്യം ഒരു കള്ളച്ചിരി വെച്ചിട്ട് യെസ് ബോസ് എന്നുള്ള രീതിക്ക് നിൽക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ ചോദിക്കണത് സാലറി കിട്ടുമോ. അപ്പൊ നമ്മുടെ കുഞ്ഞ് പറയണ്ട് നിനക്ക് എത്രയും വേണ്ട സാലറി, 3 ലക്ഷം മതിയോ. ഇത് കേട്ടിട്ട് നമ്മുടെ ചെക്കൻ വണ്ടർ അടിച്ചിരിക്കണം. അപ്പത്തേക്ക് നമ്മുടെ കുഞ്ഞെടുത്തേക്കും പറയണേ എന്താ അത് ചെറുതായി പോയോ, 5 ലക്ഷം മതിയോ. അപ്പൊ നമ്മുടെ പാസ് എടുത്തേക്കും പറയും അയ്യോ അതൊന്നും വേണ്ട, ഒരു 30,000 രൂപ തന്നാ മതി എന്ന് പറയുമ്പോ എന്നൊക്കെയാ നമ്മുടെ കുഞ്ഞ് പറയണേ. എന്നിട്ട് ഡീൽ എന്നുള്ള രീതിക്ക് അവര് ഷെയ്ക്കാനും കൊടുക്കണ്ട അവിടെ വെച്ചിട്ട്. പിന്നീട് റൂമിലിരുന്ന് നമ്മുടെ പാസ ടാബ് കളിക്കണായിട്ടാണ് കാട്ടണത്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ അവൻ തൂങ്ങി അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യണ്ട് മൂപ്പരാള്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞ് റൂമിലോട്ട് വന്നത്. പിന്നെ എല്ലാ സീരീസിലും കാണുന്ന പോലെ നമ്മുടെ സുന്ദരിയായ ഭാര്യമാര് ഒന്നാദ്യം വിളിച്ചു നോക്കും, പിന്നെ ഉറങ്ങിയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും മൂപ്പരാളുടെ കയ്യിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി വെച്ചിട്ട് അവരെ കൊണ്ടേ ബെഡിൽ കിടത്തും. ഇത് തന്നെ ഇവിടെ വള്ളി പുള്ളി തെറ്റാതെ നമ്മുടെ കുഞ്ഞെടുത്തേക്കും ചെയ്യേണ്ട. എന്നിട്ട് നമ്മുടെ പാസനെ കൊണ്ടേ ബെഡിലും കിടത്തുന്നുണ്ട്. എന്നിട്ട് എല്ലാം പോലെ തലേക്കൊന്ന് തടകി കുറച്ചേരം നോക്കി നിൽക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ പാസ ഈ ഓർക്കപ്പിച്ചില് നിന്റെ സ്മെല്ല് അടിപൊളിയാണെന്ന് പറയുമ്പോഴത്തേക്കും മൂപ്പരാളുടെ നെഞ്ചൊക്കെ അവിടെ കിടന്ന് ഇടിക്കലാണ്. പിന്നീട് രാവിലെ ഇവർ രണ്ടുപേരും കൂടി വെയർ ഹൗസ് കാണാൻ പോണതാണ് കാട്ടണത്. ഈ വെയർ ഹൗസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ ഒരു ഫോൺ കോൾ വരും. അങ്ങനെ നമ്മുടെ പാസന ബോഡി ഗാർഡിന്റെ ഏൽപ്പിച്ചിട്ട് ഇവനാണെങ്കിൽ ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്യും. ആ സമയത്ത് നമ്മുടെ പാസയും ബോഡി ഗാർഡും കൂടി ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ പാസ എനിക്ക് അറിയാണ്ട് ഒരു സ്ഥലത്ത് മുട്ടുകയും ചെയ്യും. അവന്റെ ഷോൾഡറിലായിട്ട് പരിക്കും പറ്റുകയും ചെയ്യും. ഈ ഒരു ഷോൾഡറിൽ പരിക്ക് വെച്ച ടൈമിന് ഇവൻ എന്ത് വേദന അനുഭവിക്കണോ അത് തന്നെ നമ്മുടെ കുഞ്ഞിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനും അനുഭവപ്പെടുന്നുണ്ട്. കുഞ്ഞ് എന്നിട്ട് വേഗം തന്നെ പാസിന്റെ അടുത്തേക്ക് പാസ്സാന്ന് വിളിച്ചിട്ട് ഓടിച്ചെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ നമ്മുടെ പാസൊക്കെ എല്ലാം മുറിവൊക്കെ കെട്ടി വെച്ചിരിക്കണേണ് കാണുന്നത്. എന്നിട്ട് നമ്മുടെ കുഞ്ഞു ഡോക്ടറിന്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടർ പറയണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന്. എന്നിട്ട് ഡോക്ടറും നേഴ്സും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ പാസക്കാണ് പരിക്ക് പറ്റിയേക്കണത്. പക്ഷെ നമ്മുടെ പാസയാണ് നമ്മുടെ കുഞ്ഞിന്റെ അടുത്ത് ചോദിക്കണത് നീ ഓക്കെ ആടാന്ന്, നീന്റെ മുഖം തിങ്ങിയിരിക്കണെന്ന്. അപ്പൊ നമ്മുടെ കുഞ്ഞു പറയണ്ട് ഞാൻ ഓക്കെയാണ്. അതുകൂടാതെ നമ്മുടെ കുഞ്ഞു പറയണ്ട് ഞാൻ പുറത്തുനിന്ന് ഫോണിൽ സംസാരിച്ചപ്പോ എന്റെ ഹാർട്ടാണെങ്കിൽ നിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ആയത്. അപ്പൊ നമ്മുടെ പാസ പറയണ്ട ഇപ്പൊ കുഴപ്പമില്ലല്ല, എന്തായാലും ഓക്കെ ആയില്ലേന്ന് നമ്മുടെ പാസ പറയണം. എന്നിട്ട് അവിടെ നിന്ന് സിങ്കിട്ടായിട്ട് രണ്ടുപേരും കൂടി വീട്ടിലോട്ട് വന്നതാണ് കാട്ടണത്. എന്നിട്ട് നമ്മുടെ അമ്മ ചോദിക്കണ്ട് പാസട്ട എങ്ങനെയുണ്ട് നിനക്ക് വേദനിക്കണ്ടെന്ന് നമ്മുടെ അമ്മ ചോദിക്കണ്ട് പാസനോട്. അപ്പൊ നമ്മുടെ പാസ പറയണ്ട ചെറുതായിട്ട് വേദനിക്കണ്ടെന്ന്. അപ്പൊ നമ്മുടെ അമ്മ അവിടെ ഇരുത്തിയിട്ട് അമ്മ പറയണ്ട് ഞാൻ അങ്ങോട്ട് പേടിച്ചു പോയി എന്ന് നമ്മുടെ അമ്മ പറഞ്ഞപ്പോ നമ്മുടെ പാസ പറയണ്ട് താങ്ക് യു അമ്മേന്ന് പറയേണ്ടതിന് പകരം ഇവനാണെങ്കിൽ അമ്മന്റെ പേര് പൊളൈറ്റായിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ അമ്മ പറയണ്ട് നീ എന്നെ അങ്ങനെയൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് അമ്മേന്ന് തന്നെ വിളിക്കാൻ, ഞാനും നിന്റെ മോനെ പോലെയാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ പാസ ഓക്കെ മാം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അമ്മയാണെങ്കിൽ കുഞ്ഞിനെ ചീത്ത പറയാൻ നിൽക്കുമ്പോ നമ്മുടെ പാസ പറയേണ്ടി ഇതൊന്നും കുഞ്ഞിന്റെ കുഴപ്പമില്ല, ഞാനും ശ്രദ്ധിക്കേണ്ടായിരുന്നെന്ന് നമ്മുടെ പാസ അമ്മനോട് പറയുന്നുണ്ട്. ഈ ഒരു സമയത്തായിരുന്നു നമ്മുടെ കുഞ്ഞിന്റെ അച്ഛൻ കയറി വന്നത്. അച്ഛൻ കയറി വന്നിട്ടാണെങ്കിൽ നമ്മുടെ പാസനോട് പറയുന്നത് നിനക്ക് ഈ ഒരു ചെറിയ കാര്യം പോലും നോക്കാൻ പറ്റൂല്ലെങ്കിൽ നീ ഒന്നും ചെയ്യാൻ നിൽക്കരുതെന്ന് നമ്മുടെ പാസനോട് പറയുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ചെറിയ മുറിവ് നിന്നെ കൊല്ലേന്നില്ല എന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞു. അതേപോലെ ഈ ഒരു ഫാമിലിക്ക് അവരവരുടെ സ്വന്തം കാര്യം നോക്കിയാൽ പോരെ, എന്തിനാണ് ഇതേപോലത്തെ ഒന്നിനും കൊള്ളില്ലാത്ത ഒമേഗക്ക് വേണ്ടി നിങ്ങളുടെ സമയം ചെലവഴിക്കണേന്ന് നമ്മുടെ അച്ഛൻ ഒന്നും കൂടി എടുത്തേക്കും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ കുഞ്ഞിന് ദേഷ്യം വന്നിട്ടാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് ദേഷ്യപ്പെടാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ പറയേണ്ടത് വേണ്ടാന്ന്. അങ്ങനെ നമ്മുടെ കുഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് പറയണേണ് നമ്മുടെ ബാറാണെങ്കിൽ ഡ്രഗ്സ് ഉണ്ടെന്നും പറഞ്ഞ് പോലീസാല് റെയ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞ് ചോദിക്കണ്ട് ഇതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബോഡി ഗാർഡ് പറയണ്ട് ആ ഒരു ടൈമിന് നാപ്പിത് ഉണ്ടായിരുന്നു, നാപ്പിതിനെ പോലീസ് പിടിച്ചും കൊണ്ടിട്ടുണ്ടെന്ന്. പിന്നെ അവിടുന്ന് സീൻ കട്ടിയിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനാണ് കാട്ടണത്. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ നമ്മുടെ നാപ്പിത് ഓൾറെഡി ആ പോലീസുകാരനായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെയും തല്ലുണ്ടാക്കണേണ് അവിടെ കിടന്നിട്ട്. ആ ഒരു ടൈമിലാണ് നമ്മുടെ കുഞ്ഞും നാക്കിനും കൂടി കയറി വന്നത്. എന്നിട്ട് നമ്മുടെ കുഞ്ഞ് ചോദിക്കണ്ടേ എന്താ സംഭവം. അപ്പൊ നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട് നാപ്പിതിന്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണ്, അവൻ ഡ്രഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് കാട്ടുണ്ട്. പക്ഷെ ഇവനെ പിടിച്ചേക്കണത് ഇവനാണെങ്കിൽ ആ ബാർ ഓർഡിനറിനെ പിടിച്ച് അടിച്ചെന്ന്. അപ്പത്തേക്കും നമ്മുടെ നാപ്പിത് പറയുന്നുണ്ട് ആ ഒരു പന്നി അങ്ങനെ ഡിസേർവ് ചെയ്യണ കാരണമാണ് ഞാൻ അടിച്ചതെന്ന്. ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ നാക്കിനാണെങ്കിൽ എടാ ഒന്നും മിണ്ടാതിരിടാ, നിനക്കൊക്കെ ഒന്നും മിണ്ടാതിരുന്നാൽ എന്താ കുഴപ്പം. അപ്പത്തേക്കും നമ്മുടെ നാപ്പ് ഇത് പറയുന്നുണ്ട് ഈ ഒരു മരമാളൻ എന്നെ ഇവിടെ പിടിച്ചും കൊണ്ടുവന്നേക്കണം, ഞാനൊന്നും ചെയ്യാതെയാണ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മുടെ
നാപ്പിത് അടുത്തേക്കും പറയുന്നുണ്ട്. പക്ഷെ നാക്കിൻ പറയുന്നുണ്ട്, എടാ നിനക്കൊന്ന് സമാധാനത്തിൽ സംസാരിച്ചൂടെ എന്ന് നമ്മുടെ നാക്കിൻ പറഞ്ഞപ്പോ നമ്മുടെ നാപ്പിത് അവിടെ ഇച്ചിരി നേരം മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട് നാക്കിന്റെ അടുത്ത് നാപ്പിതിനെ കാറിലേക്ക് കൊണ്ടേയാക്കാനായിട്ട്. ഇത് കേൾക്കണ്ട താമസം അവൻ എവിടുന്നാ ദേഷ്യം വന്നേന്നറിയില്ല. അവൻ പറയുന്നുണ്ട് ഞാൻ വരൂല, ആ കടയിലെ ഓണറിനെ ഇടിച്ച് ബ്ലഡ് അവൻ തുപ്പണ വരെ ഞാൻ അവിടെ നിൽക്കും എന്ന് നമ്മുടെ നാപ്പിത് ദേഷ്യത്തിൽ അവിടെ കിടന്ന് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട്, എടാ ഇത് എനിക്കിതാ ഞാൻ ഹാൻഡിൽ ചെയ്യാ എന്ന്. എന്നിട്ട് നാക്കിനാണെങ്കിൽ ഇവനെയും വിളിച്ചങ്ങാട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കുഞ്ഞാണെങ്കിൽ ആ കടേന്റെ ഓണറിന്റെ അടുത്ത് ചെന്നിട്ട് 2-3 പൊട്ടിക്കുന്നുണ്ട്. ഈ ഒരു കടേന്റെ ഓണർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ കുഞ്ഞ് ഒരാളെ കാണാൻ ഒരു ബാറിൽ പോയില്ലേ, ആ കടേന്റെ ഓണറാണ് ഇയാള്. എന്നിട്ട് നമ്മുടെ കുഞ്ഞ് ചോദിക്കണ്ട്, നീ എന്തിനാണ് അവിടെ ഡ്രഗ് വിറ്റേന്ന്. അപ്പൊ നമ്മുടെ ആ ചെറുക്കൻ്റെ അടുത്തേക്കും പറയും, എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് ഞാനത് ചെയ്തതെന്ന് അവൻ ഇടത്തേക്കും പറയുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ കുഞ്ഞ് പറയും, അതെന്റെ ഫാമിലി പ്രോപ്പർട്ടിയാണ്, അത് എനിക്കൊരിക്കൽ നഷ്ടപ്പെട്ടിട്ട് ഞാൻ അത് തിരിച്ചെടുത്തതാണ്. അവിടെ ഞാൻ ബാർ സ്റ്റാർട്ട് ആക്കിയത് എനിക്ക് കുറെ അധികം ബിസിനസ് ഇല്ലാണ്ടല്ലായിരുന്നു. എനിക്ക് ആ സ്ഥലം കിട്ടുന്നതിന് മുമ്പ് അത് നിന്റെ സ്ഥലം ആയത് കൊണ്ടായിരുന്നു, നിനക്ക് നിന്റെ കാലിൽ നിൽക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ബാർ നിനക്ക് വേണ്ടി ഓപ്പൺ ആക്കി തന്നത്. അപ്പൊ ആ ഒരു ചെറുക്കൻ നമ്മുടെ കുഞ്ഞിനോട് പറയണ്ട, എനിക്കറിയാം നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചെയ്തതെന്ന്. പക്ഷെ നമ്മുടെ കുഞ്ഞെടുത്തേക്കും പറയണ, നീ ഇതുമൂലം നിന്റെ ഫാമിലി റെപ്യൂട്ടേഷനോ അതേപോലെ തന്നെ എന്റെ ഒരു ട്രസ്റ്റും ആണ് നീ ഇല്ലാതാക്കിയത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ കുഞ്ഞ് വീട്ടിലോട്ട് വന്നതാണ്. നമ്മുടെ കുഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ പാസ് എണീച്ചിരിക്കണായിരുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞ് ചോദിക്കണ്ട്, നീ എന്ത് ഇപ്പോഴും എണീച്ചിരിക്കണം. അപ്പൊ നമ്മുടെ പാസ് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണ്. എന്നിട്ട് നമ്മുടെ പാസ കുഞ്ഞിന്റെ നേരെ ഹഗ് ചെയ്യണ മാതിരി കൈ നീട്ടി കൊടുക്കണ്ട്. നമ്മുടെ കുഞ്ഞു ആണെങ്കിൽ പാസിന്റെ ആ ഒരു വിളി കേട്ടപ്പോ പാസിന്റെ അടുത്തേക്ക് പോയി ഇരുന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ പാസ കുഞ്ഞിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒന്നിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ നിന്നെ എന്ന് പാസ പറഞ്ഞ് ആ അവസരം മുതലെടുത്തിട്ട് നമ്മുടെ കുഞ്ഞു ചോദിക്കണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഹഗ് ചെയ്തോട്ടെ എന്ന് നമ്മുടെ കുഞ്ഞു ചോദിക്കണ്ട. അപ്പത്തേക്കും നമ്മുടെ പാസ പറയുന്നുണ്ട്, പറ്റില്ല, ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേന്ന്. അപ്പൊ നമ്മുടെ കുഞ്ഞു പറയുന്നുണ്ട്, ആ പറഞ്ഞ ആള് തന്നെയല്ലേ ഇപ്പൊ എന്നെ ഹഗ് ചെയ്തതും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പാസ അവന്റെ അടുത്ത് മാറ്റുണ്ട് അവിടെ നിന്ന്. പക്ഷെ നമ്മുടെ കുഞ്ഞ് വിടും. കുഞ്ഞാണെങ്കിലേക്ക് ഹോ ഹോ എന്നുള്ള രീതിക്കാണ് അവനെ പിടിച്ചും കൊണ്ട് അവിടെ മലപ്പിടുത്തം കളിക്കണായിരുന്നു. അപ്പൊ നമ്മുടെ പാസ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹഗ് ചെയ്തൊന്നുമില്ല എന്ന് നമ്മുടെ പാസ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞാണെങ്കിലേക്ക് മനസ്സിലായടാ, എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞ് കിസ് ചെയ്യാൻ പോണ്ട്. അപ്പത്തേക്കും പാസ മാറിയിട്ടേടാ, നിന്നെ മണക്കണ്ട, നീ ആദ്യം പോയി കുളിക്കാൻ നോക്കുന്നത് നമ്മുടെ പാസ കുഞ്ഞിനോട് പറയുന്നുണ്ട്. അതുകൂടാതെ നീ ഭയങ്കര ക്ഷീണിച്ചിരിക്കണേല്ലേ, കുളിച്ച് കഴിയുമ്പോൾ ഇച്ചിരി കൂടി ബെറ്റർ ആവുമെന്ന് നമ്മുടെ പാസ പറഞ്ഞു കൊടുക്കണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞാണെങ്കിൽ ശരി അങ്ങൊന്നേ ഞാൻ കുളിച്ചിട്ടും വരാം എന്നുള്ള രീതിക്ക് അവന്റെ തലയൊക്കെ തടങ്ങിയിട്ട് കുളിക്കാൻ പോകണമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ കഫേയാണ് കാട്ടണത്. കഫേയിൽ നമ്മുടെ പാസ ഓങ്സിനോട് പറയുന്നതാണ്, ഈ ഒരു ഒമേഗ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര പണിയുള്ള സാധനോടാ. നമ്മുടെ ബോഡി മാത്രമല്ല നമ്മ ഒമേഗ ആകുമ്പോൾ ചേഞ്ച് ആവണത്, നമ്മുടെ ഫ്രീഡവും അങ്ങാട് റെസ്ട്രിക്റ്റഡ് ആവോടാ, ഒരു ജയിൽ പുള്ളീനെ പോലെ. അപ്പൊ നമ്മുടെ ഓങ്സ പറയുന്നുണ്ട്, നിന്റെ ബോഡിയിലെ ഫിറമോൺസ് എന്തായാലും ഒരു ട്രൂ ആൽഫനായിട്ട് ബോണ്ട് ആയിട്ടുണ്ട്. അത് കൂടാതെ നിന്റെ ഫിറമോൺസ് നീ എപ്പോൾ സ്റ്റെബിലൈസ് ചെയ്യാൻ പഠിക്കുന്നോ അപ്പൊ നിന്റെ എല്ലാ കാര്യവും ശരിയായിക്കോന്ന് നമ്മുടെ ഓങ്സ നമ്മുടെ പാസനെ പറഞ്ഞ് മനസ്സിലാക്കണ്ട്. പിന്നെ അവരുടെ ഇടയിലേക്ക് സംഗ്യ കയറി വന്നിട്ടുണ്ട്. സംഗ്യ കയറി വന്നിട്ട് എന്താ നിങ്ങൾ സംസാരിക്കണേന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഓങ്സ് എടുത്തേക്കും പറഞ്ഞ നമ്മുടെ പാസന്റെ ഒമേഗ ലൈഫിനെ പറ്റി ഇവിടെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അപ്പൊ നമ്മുടെ സംഗ്യ പറയണ്ടേ, ഇതൊക്കെ നോർമലാണ്, നീ ഇതൊന്നും കണ്ടിട്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ നിനക്ക് കുറച്ച് ക്ലാസ് ഒമേഗനെ പറ്റി എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട നമ്മുടെ പാസ ആദ്യം തന്നെ ചോദിച്ചത്, ആ ഒരു ആൽഫയിൽ നിന്ന് സെപ്പറേറ്റ് ആവാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാന്ന് ചോദിച്ചപ്പോ നമ്മുടെ സംഗ്യ പറഞ്ഞ്. അപ്പോഴത്തേക്ക് നമ്മുടെ സംഗ്യ പറയണ്ടേ, എനിക്ക് അവനെ കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ, ഇപ്പൊ തന്നെ അവന്റെ ക്യാരക്ടർ എന്തോ ബാഡാണ്, നീ ഒന്ന് മനസ്സിലാക്കണേനുള്ളിൽ തന്നെ നിന്നെ അവന് കടിച്ചു കഴിഞ്ഞു എന്ന് നമ്മുടെ സംഗ്യ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടന്ന് എല്ലാ ആൽഫനെയും കുറ്റം പറയേണ്ട, അവന് എല്ലാ ആൽഫകളും സെയിം ആണെന്ന് നമ്മുടെ സംഗ്യവും പാസനോട് പറയണ്ട്. ഇവന്മാർക്കൊന്നും ബുദ്ധിയില്ല എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടാൽ നമ്മുടെ പാസ ശരിയാണെന്നും പറയണ്ട, അത് കൂടാതെ അവന്മാരെ ഫുള്ളി കുറ്റം പറയാൻ പാടില്ല എന്നുള്ളു. അപ്പൊ നമ്മുടെ സംഗ്യ എടുത്തേക്കും ചോദിച്ചു, എടാ നീ കണ്ടിട്ട് കുറച്ചും കൂടി ആയിട്ടില്ലല്ലോ, അപ്പത്തേക്കും നീ അവന് വക്കാലത്ത് പറയാൻ തുടങ്ങിയടാ എന്ന് നമ്മുടെ സംഗ്യ എടുത്തേക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ പാസ പറയും, ഇല്ല 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 എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പാസ സംഗ്യനോട് പറയുന്നുണ്ട്, എന്നെ എപ്പോഴാണ് അവൻ കടിച്ചത് ആ ഒരു ടൈം തൊട്ട് അവൻ എന്നെ നല്ല രീതിക്കാണ് നോക്കിയത്, പക്ഷെ ഈ ഒരു കെയറിങ് കാരണം എന്റെ ഒരു ഫ്രീഡം ആണ് ഏറ്റവും കൂടുതൽ പോയത്. നമ്മുടെ സംഗ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്നെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്,
അവൻ നിന്നെ പോലെ ഒരു റെയർ ബ്രീഡിനെയാണ് അവന്റെ കൺട്രോൾ കളഞ്ഞിട്ട് കടിച്ചേക്കണത്. എന്നിട്ട് നമ്മുടെ സംഖ്യ പറയുന്നുണ്ട്, മതി ഈ ഒരു ടോപ്പിക്ക്, നമുക്ക് എന്തായാലും നിർത്താം, നമുക്ക് ഇവന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനെന്നും പറഞ്ഞിട്ട് നമ്മുടെ സംഖ്യ ആ ഒരു ടോപ്പിക്ക് നിർത്തണ്ട്. എന്നിട്ട് എനിക്ക് വിശക്കണം എന്നും പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ചെലവിൽ ഫുഡ് ഓർഡർ ചെയ്തിടാന്ന് നമ്മുടെ സംഖ്യ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാസ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൂടെ ഞാൻ ഇങ്ങനെ ഒരു വെയർ ഹൗസിൽ പോയപ്പോ എന്റെ ദേഹത്ത് ഇങ്ങനെ ഒരു വുഡ് വീണായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഒരു ചെറിയ മിനിറ്റിനുള്ളിൽ എൻ്റെ ആ ഒരു വേദന വെക്കം കുറഞ്ഞ് എന്ന് നമ്മുടെ പാസ നമ്മുടെ സംഖ്യനോടും ഓങ്സിനോടും കൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓങ്സ് എടുത്തേക്കും പറഞ്ഞ്, ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ട്രീറ്റ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു ഒരു ട്രൂ ആൽഫ, അതുകൂടാതെ നമ്മുടെ പാസ ഒരു ട്രൂ ഒമേഗ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ നടക്കണത് എന്ന് നമ്മുടെ ഓങ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് സീൻകട്ടായിട്ട് നമ്മുടെ പാസയും ബാക്കി എല്ലാവരും കൂടി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവർ ചെക്കൻ വന്നിട്ട് തന്നെയാണ് നിങ്ങളുടെ കാറ് വെയിറ്റിംഗ് ആണെന്ന്. അപ്പൊ നമ്മുടെ പാസ് എടുത്തേക്കും ചോദിക്കുന്നുണ്ട്, 1 മണിക്കൂർ പോലും ആയിട്ടില്ല, എന്നിട്ട് ഇപ്പൊ തന്നെ കാറ് വെയിറ്റിംഗാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് എടുത്തേക്കും പറയുന്നുണ്ട്, കുഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ ടൈം പുറത്ത് സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന്. കാരണം നിങ്ങൾക്ക് മുറിവ് പറ്റിയത് കാരണം അദ്ദേഹം നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓങ്സിയെ സമ്മതിച്ചു കൊടുക്കണ്ട്, ശരിയാടാ നിനക്കിപ്പോ മുറിവ് പറ്റിയിരിക്കണില്ലേ, നീ എന്തായാലും പോയി റെസ്റ്റ് ചെയ്യാൻ നോക്ക്. അപ്പൊ നമ്മുടെ പാസ് ചോദിക്കണ്ട്, നീ എന്റെ സൈഡാണോ അല്ലെങ്കിൽ അവന്റെ സൈഡാണോ അത് നമ്മുടെ പാസ് എടുത്തേക്കും ചോദിക്കണ്ട്. നമ്മുടെ ഓങ്സി ആണെങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കണേട്, ഒന്നും മിണ്ടാതെ. അതുകൂടാതെ നമ്മളെ പാസ പറയുന്നുണ്ട്, നിങ്ങളുടെ ബോസിനോട് പോയി പറ എനിക്ക് 1 മണിക്കൂറും കൂടി വേണമെന്ന്, ഞാൻ എന്തായാലും എന്റെ ഫ്രണ്ട്സിനായിട്ട് ഫുഡ് കഴിച്ച് കഴിയാതെ ഇവിടുന്ന് വരില്ല എന്ന് നമ്മുടെ പാസ ബോഡി ഗാർഡ് ചെറുക്കനോട് തർക്കിച്ചങ്ങാട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സംഖ്യ പറയുന്നുണ്ട്, നിന്നെ നോക്കാൻ ബോഡി ഗാർഡ് ഉണ്ട്, എനിക്ക് കണ്ടിട്ട് നിന്റെ ബോസ് അങ്ങാട് വറീഡാണെന്നല്ല തോന്നണ, ചില കെട്ടിയോളാരെങ്കിലും തട്ടിക്കൊണ്ടയാ. അങ്ങനെ നമ്മുടെ സംഖ്യയും ഓങ്സവും കൂടി ഇരുന്ന് ചിരിക്കണ്ട്. അപ്പൊ നമ്മുടെ പാസ സംഖ്യോ എന്നും പറഞ്ഞിട്ട് ഒരു വിളിയൂന്ന് വിളിക്കണ്ട. അവിടെ നമ്മുടെ സംഖ്യ പറയണ്ടേ, എടാ ഞാൻ തമാശ പറഞ്ഞേണെന്ന്. എന്നിട്ട് നമ്മുടെ ഓണർ ചെക്കനോട് പാസ പറയണ്ടേ, എടാ നീ ആ ഒരു കോഫിയുടെ ലിസ്റ്റ് എനിക്ക് എടുത്ത് തന്നേന്ന്. എന്നിട്ട് നമ്മുടെ പാസ പറയണ്ടേ, എനിക്ക് വല്ലാത്ത ദാഹമെന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് എനിക്ക് 4 കോഫി വേണമെന്ന്. ഈ 4 കോഫി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം അവിടെ നിൽക്കണം 4 പേരും തിന്നാനുള്ള ദേഷ്യമാണ് അവനാ പറയണേന്ന്. ഇത് കേട്ട നമ്മുടെ ഓണർ ചെക്കനാണെങ്കിൽ, നീ വെക്ക് ഓർഡർ ചെയ്യും, ഞാൻ അവിടെ ബാറിൻ്റെ അവിടെ പോയി നിൽക്കാം, നീ ഓർഡർ ചെയ്തിട്ട് വന്നാൽ മതി എന്ന്. എന്നിട്ട് നമ്മുടെ ബോഡി ഗാർഡിനോടും നമ്മുടെ ഓങ്സനോടും സംഖ്യനോടും ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സംഖ്യ പറയണേ, എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് നമ്മുടെ സംഖ്യ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാസ പറയുന്നുണ്ട്, ഓ കാശ് ലാഭിക്കാം, ഞാൻ പോയി ഓർഡർ ചെയ്തിട്ട് വരാൻ നമ്മുടെ പാസ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീച്ച് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പാസയും ഓണർ ചെക്കനും കൂടി സംസാരിക്കുമ്പോൾ ഒരു സീനിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ പാസനെ ഒരു ഗോസിപ്പ് പഠിച്ച 2 പെണ്ണുങ്ങൾ, ആ ഒരു പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് വന്നിട്ട് നമ്മുടെ പാസന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ സെക്കൻഡറി ജെൻഡർ ടെസ്റ്റ് ചെയ്യണത് വലിയ കാര്യമാണെന്ന്. അപ്പൊ നമ്മുടെ പാസ പറയണേ, ഇല്ല എന്ന് നമ്മുടെ പാസ ആ കൊച്ചിനോട് പറയണ്ട്. എന്നിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കണ്ട്, ഇപ്പൊ നീ എന്താ ഇത് ചോദിക്കാൻ കാരണമെന്ന്. അപ്പൊ ആ കൊച്ചു പറഞ്ഞത്, എന്റെ ഫാമിലി ഭയങ്കര അധികം വെയിറ്റിംഗിലാണ്, ഞാൻ എന്ത് പ്രസന്റ് ആയിരിക്കും സെക്കൻഡറി ജെൻഡർ ആയിട്ട് കൊടുക്കണമെന്ന്. അപ്പൊ നമ്മുടെ പാസ പറഞ്ഞു കൊടുക്കണ്ട്, നീ എന്ത് പ്രസന്റ് ആയിക്കോട്ടെ, അത് ആൽഫ ആയിക്കോട്ടെ, അത് ബീറ്റ ആയിക്കോട്ടെ, ഒമേഗ ആയിക്കോട്ടെ, നീ എന്ത് പ്രസന്റ് കൊടുത്താലും നീ ഒരു മനുഷ്യനാണെന്ന് നമ്മുടെ പാസ ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും ഓവർ തിങ്ക് ചെയ്യേണ്ട, നീയായിട്ടിരിക്കാൻ നോക്കുന്നു നമ്മുടെ ആ കൊച്ചിൻ്റെ അടുത്ത് പാസ പറഞ്ഞു കൊടുക്കണം. പിന്നെ ആ ഒരു കൊച്ചാണെങ്കിൽ കുറച്ച് ഡോണറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഓണർ സെക്കൻഡാണെങ്കിൽ നമ്മുടെ ആ കൊച്ചിന് ഡോണറ്റ് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കൊച്ചാണെങ്കിൽ എല്ലാവരോടും താങ്ക് യു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണമുണ്ട്. പിന്നീട് ഇവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അങ്ങാട് നാക്കിൻ കയറി വന്നതാണ്. നാക്കിൻ കയറി വന്നിട്ടാണെങ്കിൽ നമ്മുടെ ഓങ്സനെടുത്ത് അങ്ങാട് വായി നോക്കണേണ്. എന്നിട്ട് നമ്മുടെ നാക്കിനാണെങ്കിൽ പാസിനെ നോക്കി പറയുന്നുണ്ട്, അരേ സിസ്റ്റർ ഇൻലോന്റെ ഭർത്താവിന് ഇച്ചിരി പണിയായതുകൊണ്ട് ഇന്ന് വരില്ല, അത് കാരണം ഞാനാണ് കൊണ്ടുപോകാൻ വന്നതെന്ന്. അതുകൂടാതെ നമ്മുടെ നാക്കിൻ പാസിനെ ഇച്ചിരി ദേഷ്യം പിടിപ്പിക്കാനും കൂടി തന്റെ ഭാര്യന്റെ സൗന്ദര്യം മൂലം ഏതെങ്കിലും ഒരു പ്രാണികൾ വന്നിട്ട് കൊത്തിക്കൊണ്ടോ എന്നുള്ള രീതിയിൽ നമ്മുടെ നാക്കിന് അവിടെ പാസനെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ പാസ് എടുത്തേക്കും പറയുന്നുണ്ട്, എടാ നാറി നിന്നിട്ട് ഞാൻ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേന്ന്. അതേപോലെ ആ ചെറുക്കന് ഇതേപോലെ ഏത് നേരം എന്റെ ബാക്കിൽ ഇങ്ങനെ ആൾക്കാരെ വിടാൻ പറ്റൂല എന്ന് നമ്മുടെ പാസ് എടുത്തേക്കും ചോദിക്കണുണ്ട്. ഇതിനുശേഷം നമ്മുടെ നാക്കിനാണെങ്കിൽ ഓങ്സന്റെ അടുത്ത്, നിനക്ക് ഞാൻ ഇന്നലെ തന്നുവിട്ട ഫ്ലവേഴ്സ് ഇഷ്ടമായാന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത് കേട്ടാൽ നമ്മുടെ പാസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എന്ത് ഫ്ലവർ, എവിടെന്ന്, നിങ്ങൾക്കിടയിൽ എന്താ ഉള്ളത് എന്നും പറഞ്ഞ 100,000 ക്വസ്റ്റ്യൻ നമ്മുടെ പാസ് അങ്ങാട് ചോദിക്കാൻ തുടങ്ങി. ഞാൻ പാസക്ക് ഇത് അറിയാനായിട്ടുള്ള തൊരയാണെന്ന് അറിയില്ല, നമ്മുടെ നാക്കിന്റെ അങ്ങാട് വാരിക്കോരി സ്നേഹം കൊടുക്കുന്നുണ്ട്. മോനെ നീ എന്തെങ്കിലും കഴിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് നമ്മുടെ ഓങ്സൊക്കെ മനസ്സിലായിട്ടാണെന്ന് പറഞ്ഞു. നമ്മുടെ ഓങ്സ് എടുത്തേക്കും പറയുന്നുണ്ട്, അവൻ ബിസി, അവന് വിശക്കണമെന്നില്ല. ഇത് കേൾക്കണ്ട നമ്മുടെ നാക്കിന്റെ സ്വഭാവം കാണുമായിരുന്നു. എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു, ഞാനിവിടെ വിശന്നിരിക്കണേണെന്നും പറഞ്ഞ്
അവനുള്ള വാരി കണ്ട ഫുഡെല്ലാം വാരി വലിച്ച് തിന്നാൻ നോക്കണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ സംഖ്യ ചിരിക്കണുണ്ട്. അതുകൂടാതെ നമ്മുടെ പാസ ഇച്ചിരി കൂടി തീപ്പൊരി ഇടാനായിട്ട് ഇതെല്ലാം നമ്മുടെ ഓങ്സിന്റെ ഫേവറേറ്റ് ഫുഡാണെന്നും പറഞ്ഞ് നാക്കിന് എല്ലായിടത്തും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സംഖ്യ നാക്കിനോട് സ്വന്തം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണ്ട, എൻ്റെ പേര് സംഖ്യയാണെന്ന്. അതുകൂടാതെ നമ്മുടെ നാക്കിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്, നീ ഒരു ആൽഫയാണോ? നിന്റെ ഫിറോമോൺസിന്റെ സ്മെല്ല് എനിക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നാക്കിനാണെങ്കിൽ ഇവന്റെ ഫിറോമോൺസിന്റെ സ്മെല്ലൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട്, നിന്റെ ഈ ഒരു സ്മെല്ല് വെച്ചിട്ട് നീ എന്തായാലും ഒമേഗയാണെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ, ആൻഡ് നിന്റെ ഈ ഒരു സ്മെല്ല് ഭയങ്കര റയറാണ്, നല്ല സ്മെല്ലും ആണെന്ന് നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട്. കേട്ടിട്ട് നമ്മുടെ പാസയും സംഖ്യവും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണെന്നറിയൂടെ നമ്മുടെ ഓങ്സിന്റെ മുഖം അങ്ങോട്ട് മാറിയിരിക്കുന്നത്. നമ്മുടെ പാസ ചോദിക്കണ്ട് ഓങ്സിന്റെ മുഖത്ത് എന്ത് പറ്റി. ഓങ്സ പറയണ്ടേ, കൂടുതൽ ഫുഡ് കഴിച്ചാറിന് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കണം, കുഴപ്പമൊന്നും ഇല്ലാന്ന് നമ്മുടെ ഓങ്സ പറയണ്ട. പോണേന് മുമ്പ് നമ്മുടെ സംഖ്യനോട് നമ്മുടെ ഒമേഗനെ കുറിച്ച് എല്ലാം പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കണത്. പക്ഷെ നമ്മുടെ ചെക്കന് പോവാൻ മടിയായത്. നമ്മുടെ ചെക്കൻ ബോഡി ഗാർഡിനോട് ചോദിക്കണ്ട്, കുറച്ചു നേരം കൂടി ഇവിടെ നിന്നൂടെ, എന്തിനാ ഇത്ര തിർക്ക് കൂട്ടണമെന്ന് നമ്മുടെ ചെക്കൻ ചോദിക്കണ്ട്. അപ്പൊ ബോഡി ഗാർഡാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിക്ക് ഓക്കെ പറയുകയും ചെയ്യണ്ട്. ഇത്ര നേരം പോവണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ചെക്കൻ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു കോള് വന്നപ്പോഴത്തേക്കും ആരാധേ കറി കയറാൻ പോണെന്നും പറഞ്ഞ് അവൻ കോളും കട്ടാക്കുകയും ചെയ്ത്. കേട്ട നമ്മുടെ ഓങ്സ ഒരു ടൈം കിട്ടിയത് പറഞ്ഞ് അവൻ കളിയാക്കാൻ തുടങ്ങി. എടാ, നിനക്ക് അവൻ്റെ ഫിറോമോൺസിൻ്റെ സ്മെല്ലില്ലാണ്ട് പറ്റണില്ലേടാ, നീ ഇപ്പം തന്നെ ഓടാൻ തുടങ്ങിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഓങ്സ പാസനെ കളിയാക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ പാസ പറയേണ്ടത്, ഒന്നും മിണ്ടാതിരിക്കടാ, ഇതങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ഇത് കേൾക്കണ എല്ലാവരും അങ്ങാട് ഇരുന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പാസ എനിക്ക് ഇതെല്ലാം കണ്ടിട്ട് ഇവന്മാരുടെ അടുത്ത് ചിരി നിർത്താൻ പറഞ്ഞിട്ട് ചിരിയും നിർത്താത്താണ് നമ്മുടെ പാസ അവിടെ നിന്ന് എണീച്ച് പോവുകയും ചെയ്തപ്പോൾ തന്നെ. അതുകൂടാതെ അവരും കൂടി പോയതാണ് നമ്മുടെ സംഖ്യവും ഓണർ ചെക്കനും കൂടി പോയി. പിന്നെ നമ്മുടെ ഓങ്സ് എണീക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാക്കിൻ പിടിച്ചു നിർത്തണ്ട അവിടെ. എന്നിട്ട് നമ്മുടെ നാക്കിൻ ചോദിക്കണ്ട്, എങ്ങാടാ ഈ തിക്കൂട്ടി പോണത്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, ഞാൻ ഇന്ന് രാത്രിയും വരാമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവർ തമ്മിൽ അന്ന് രാത്രി എന്തോക്കെ നടന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് നമ്മുടെ ഓങ്സ് എടുത്തേക്കും പറയുന്നുണ്ട്, അന്ന് നടന്നത് എന്തായാലും നടന്ന്, ഞാൻ നിനക്കതിന് ക്ഷമ തരാം, അതുകൂടാതെ നമുക്കിടയിൽ ഒന്നുമില്ല, നീ ഇനി എന്നെ തേടി വരാനും നിൽക്കണ്ടെന്ന് നമ്മുടെ ഓങ്സ് നാക്കിനോട് പറയുകയും ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ സംഖ്യ ഇവൻ്റെ ഇടയിൽ കയറി വന്നുണ്ട്, എനിക്ക് കാറൊന്നും കിട്ടല്ല എന്നും പറഞ്ഞിട്ട് ഓക്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓങ്സ് നോക്കട്ടെ എന്നും പറഞ്ഞ് നോക്കിയിട്ടാണെങ്കിൽ അവനും കാറൊന്നും ബുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഓങ്സ് പറയുന്നുണ്ട്, നാക്കിൻ ഫ്രീ ആണ്, നാക്കിൻ ചിലപ്പോൾ കൊണ്ടാക്കും. എന്നിട്ട് നമ്മുടെ ഓങ്സ് നാക്കിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നമ്മുടെ സംഖ്യനൊന്ന് കൊണ്ടാക്കാൻ പറ്റുമോന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സംഖ്യയും ചോദിക്കുന്നുണ്ട്, നിനക്കത് കൺവീനിയൻ്റ് ആണെങ്കിൽ എന്നെ കൊണ്ടേ ആക്കുമെന്ന് നമ്മുടെ സംഖ്യയും നമ്മുടെ നാക്കിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊണ്ടേ ആക്കാമെന്ന്. എന്നിട്ട് നമ്മുടെ സംഖ്യയും നാക്കിനും കൂടി അവിടെ നിന്ന് എണീച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ റൂമിലിരുന്നിട്ട് കുഞ്ഞും പാസയും കൂടി സംസാരിക്കണമെന്ന് ചോദിക്കണം. കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പാസ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ നാക്കിനെ ഒന്നും വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാനും ഓങ്സയും കൂടി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പം നമ്മുടെ കുഞ്ഞെടുത്തേക്കും പറയുന്നുണ്ട്, ഓങ്സ് ഒരു ബീറ്റല്ലേ, നിനക്കിനി അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാ എന്ന് നമ്മുടെ കുഞ്ഞെടുത്തേക്കും പാസനോട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പാസ സന്തോഷം കൊണ്ടിട്ട് നമ്മുടെ കുഞ്ഞിനോട് ചോദിക്കണ്ട്, എനിക്ക് അവനെ ശരിക്കും വിളിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവൻ നിൻ്റെ ഫ്രണ്ടല്ലേ, നിനക്ക് വിളിക്കാം എന്ന് നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പാസ ചോദിക്കുന്നുണ്ട്, എനിക്ക് വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, അവൻ്റെ പേര് സംഖ്യ എന്നാണ്, അവനൊരു ഒമേഗയാണ്. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞ് പറഞ്ഞ്, ഒമേഗേസിനൊന്നും ഇവിടെ കയറ്റാൻ പറ്റില്ല, കാരണം ഇവിടെ കുറേ അധികം ആൽഫകളില്ലേ, അവനൊന്നാമത് ബോണ്ട് അവിടെ ആവാത്തത് കാരണം ചിലപ്പോൾ അവനത് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടെന്ന്. ആ ഒരു ടൈമിൽ നമ്മുടെ പാസിൻ്റെ ഫിറോമോൺസ് റിലീസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇൻറ്റിമേറ്റ് ആവുന്ന രീതിക്ക് പോവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാസ് തടയണയുണ്ട്. നമ്മുടെ കുഞ്ഞ് ചോദിക്കേണ്ടത്, ഞാൻ നിന്നെ ഹഗ്ഗെങ്കിലും ചെയ്തോട്ടേന്ന്. അപ്പോൾ നമ്മുടെ പാസ് അതിനും വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പാസ പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ എൻ്റെ കൈ സ്മെല്ല് ചെയ്തോളാൻ പറയുന്നുണ്ട്. അങ്ങനെ കൈ നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞാണെങ്കിൽ കൈ സ്മെല്ല് ചെയ്യാന്നുള്ള രീതിയിൽ പോയിട്ട് കൈ ആണെങ്കിൽ ഇവന് ലിക്ക് ചെയ്ത് തുടങ്ങി. അപ്പം നമ്മുടെ പാസ് പറഞ്ഞ ഇതും മതി, ഇതും നിർത്തിക്കോളാൻ പറഞ്ഞിട്ട് നമ്മുടെ പാസ് നിർത്തുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കുഞ്ഞ് ചോദിക്കേണ്ട, അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ ഷർട്ട് ഊരിത്തരാൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പാസ ഈ ഒരു ഷർട്ട് ഇവന് ഊരിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ കുഞ്ഞ് ഇവൻ്റെ ഫിറോമോൺസിൻ്റെ സ്മെല്ല് ഈ ഷർട്ടിൽ കൂടി സ്മെല്ല് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ ഷർട്ട് എടുത്ത് ഇവൻ ബാത്റൂമിലേക്ക് പോകണത് മാത്രം കണ്ട് അവിടെ വെച്ചിട്ടുള്ള സീനൊന്നും പറയാൻ കൊള്ളൂല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാമിൽ പോയി കാണാം. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പാസ് ഒരുമാതിരി കിളി പോയിരിക്കുന്നത്, ഇവൻ എന്തൊട്ടടാ ഇപ്പം കാട്ടണമെന്ന്. പിന്നീട് നമ്മുടെ പാസ കുറച്ച് കഴിഞ്ഞിട്ട് ആളെ കാണാൻ പറഞ്ഞ് ഇവനാണെങ്കിൽ ബാത്റൂമിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് മുട്ടാൻ നോക്കുന്നുണ്ട്. പക്ഷെ മുട്ടാതെ ഇവനാണെങ്കിൽ ചെവി ഓർത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാണെങ്കിൽ പാസാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി ഇവന് കാര്യം വശപ്പിശൊക്കെ ആയിട്ടുണ്ട്.
നമ്മുടെ ചെറുക്കൻ്റെ ആണെങ്കിൽ ഇത് കണ്ടിട്ട് വാവ് എന്നുള്ള രീതിക്കാണെങ്കിൽ ഇവന് ഞാൻ ഒന്ന് കുളിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് എണീച്ച് പോയിട്ട് കുളിക്കണമെന്നും പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.